നമസ്കാരം, ഞാൻ ഡോക്ടർ തോമസ് ഇടിക്കള. ആദ്യ ലോക്ക്ഡൗൺ കാലത്ത് എൻ്റെ വീടിൻ്റെ പിറകുവശത്തായി പുതുതായി തുടങ്ങിയ ഒരു പച്ചക്കറി കൃഷിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോ. ധാരാളം മരങ്ങൾ തിങ്ങി വളരുന്നതിനാൽ സൂര്യപ്രകാശം തീരെ കുറവായിട്ടാണ് ഇവിടെ കിട്ടിയിരുന്നത്. ചാഞ്ഞു നിന്ന കുറച്ച് മുളങ്കമ്പുകൾ മുറിച്ചാണ് ഇവിടെ വെയിൽ കിട്ടത്തക്കവണ്ണം ശരിയാക്കിയെടുത്തത്. സിമൻ്റ് ഇഷ്ടികകൾ അടുക്കി വെച്ച് പെട്ടി പോലാക്കിയ റേസ്ഡ് ഗാർഡൻ ബെഡ് എന്ന കൃഷിരീതിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. 8 അടി നീളം, 4 അടി വീതി, 1.5 അടി പൊക്കം എന്ന അളവിലുള്ള 6ഓളം കളങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുനിഞ്ഞു നിൽക്കാതെയും കുത്തിയിരിക്കാതെയും സ്റ്റൂളോ കസേരയോ ഉപയോഗിച്ച് ഇരുന്നിട്ട് നമുക്ക് ഈ കൃഷിരീതികൾ ഇവിടെ ചെയ്യാവുന്നതാണ്. പ്രായമായവർക്കും നടുവേദനയും മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കും ഒക്കെ സൗകര്യപ്രദമായ ഒരു കൃഷിരീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മണ്ണും വളങ്ങളുമെല്ലാമായി ഈ ബോക്സുകൾ നിറച്ചിട്ട് അതിന് ഒരു PVC പൈപ്പിന് കൊണ്ടുള്ള ഒരു മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മഴക്കാലത്തും കടുത്ത വേനലിലും കൃഷിയെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഷെയ്ഡ് നെറ്റുകളോ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകൾ കൊണ്ടോ കവർ ചെയ്യാൻ സഹായമാകുന്നുണ്ട്. ജലസേചനത്തിനായി ആമസോണിൽ നിന്നും വാങ്ങിയ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓരോ ബോക്സുകളെയും 1 അടി നീളം 1 അടി വീതിയുള്ള കളങ്ങളായി തിരിച്ച് ഏകദേശം 32ഓളം കളങ്ങളാണ് ഒരു ബോക്സിന് ഉള്ളത്. ഇതിൽ നമുക്ക് ഓരോ കളത്തിലും വ്യത്യസ്തമായ ഓരോ പച്ചക്കറികൾ നടാനും സീസൺ അനുസരിച്ച് അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റികൾ നട്ടുപിടിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. പടരുന്ന പച്ചക്കറികൾക്ക് സൈഡിൽ മുള കൊണ്ടുള്ള ചെറിയ പന്തൽ പോലെ കെട്ടി അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റുകളും ഉപയോഗിച്ച് പച്ചക്കറികൾ അതിൽ പടർത്തിയിരിക്കുക. ഇഷ്ടികകൾ അടുക്കി കളമുണ്ടാക്കാനായി വെളിയിൽ നിന്നുള്ള 2 ജോലിക്കാരുടെ സേവനം കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇത് സംബന്ധിച്ച എല്ലാ ജോലികളും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കൂടെയാണ് ചെയ്തു തീർത്തിരിക്കുന്നത്. ദിവസേന രാവിലെ 1.5 മണിക്കൂറോളം ഏകദേശം 1 മാസം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയത്. അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റി അത് കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ ധാരാളം ഉണങ്ങിയ ഇലകളും വളരുന്ന പുല്ലുകൾ വെട്ടിയ പച്ചിലകളും കൂടെ മിക്സ് ചെയ്തിട്ട് പ്രത്യേക അനുപാതത്തിൽ ഇടകലർത്തി ചാണകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഉപയോഗിച്ച് അതിനെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കുന്ന ഒരു രീതിയും ഞാൻ ഇവിടെ അവലംബിക്കുന്നുണ്ട്. നാടൻ രീതിയിലുള്ള ജൈവ കീടനാശിനികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശരീരത്തിന് നല്ല രീതിയിലുള്ള വ്യായാമം, മനസ്സിന് ഒരു പ്രത്യേകതരം സന്തോഷം, കൂടാതെ വിഷരഹിതമായ നല്ല പച്ചക്കറികൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും
ചെയ്യാൻ പറ്റുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും കുറച്ച് സ്ഥലത്ത് പോലും ചെയ്യാവുന്ന വളരെ നല്ല ഒരു കൃഷിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ജീവിതശൈലി വ്യതിയാനങ്ങളുടെയും യാത്രകളുടേതുമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. ബൈ.